അപ്പോൾ പേറ്റന്റിന്റെ റിയൽ ആയിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ. ഇൻവെൻഷൻ ഐഡന്റിഫൈ ചെയ്യാനും നമ്മളെ പേറ്റന്റ് സെർച്ച് ചെയ്യാനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റെപ്പിൽ നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള കുറച്ച് ഫോംസ് ഉണ്ട്. 1, 2, 3, 5, 26. സോ എന്താണ് ഫോം 1? ആപ്ലിക്കേഷൻ ഫോർ പേറ്റന്റ്. നമ്മൾ ഇൻഡിവിജ്വൽ ആണോ സ്മോൾ ബിസിനസ് ആണോ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കലാണ് ഈ ഫോം 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോം 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രൊവിഷണൽ ആണോ കംപ്ലീറ്റ് ആണോ എന്നുള്ളത്. അത് പ്രൊവിഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐഡിയേഷൻ സ്റ്റേജിലാണ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പ്രൊഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഫോം 3 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫോറിൻ ഫയലിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് പേറ്റന്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പ്രൊഡക്റ്റിന് ചിലപ്പോൾ US അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ചിലപ്പോൾ പേറ്റന്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യണം ഞങ്ങൾക്ക് ഇന്ന രാജ്യത്ത് പേറ്റന്റ് ഉണ്ട് എന്നുള്ള കാര്യം. ഫോം 5 വരുമ്പോൾ ഡിക്ലറേഷൻ ഓഫ് ഇൻവെന്റർഷിപ്പ് ആണ്. നമ്മളുടെ ഈ കണ്ടുപിടുത്തം പേറ്റന്റ് നടത്തിയിട്ടുള്ള ആളുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഇനി ഫോം 26 എന്ന് പറയുമ്പോൾ മിക്ക കേസുകളിലും ഇത് നമ്മൾ നേരിട്ട് ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ പല ഏജൻസിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക ഫോം 26. അപ്പോൾ ആ ഏജൻസിക്ക് ഓതറൈസേഷൻ നമ്മൾ കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ ഡ്രോയിങ്, അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ്, കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെക്കണം. ഇനി നമ്മൾ ഇതിന്റെ റിയൽ സബ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. IP India ഓൺലൈൻ ഈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ ഡോക്യുമെന്റ്സ്, പ്രൂഫ് എല്ലാം നമ്മൾ ഈ സൈറ്റിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡിവിജ്വൽ, അതുപോലെ തന്നെ MSME, അതുപോലെ സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1600 രൂപയാണ്. സ്മോൾ എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ 4000 ആണ്. MNC പോലുള്ള കമ്പനികൾക്ക് എനിക്ക് തോന്നുന്നത് 8000 രൂപയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഫീ ഇവിടെ നമ്മൾ അടക്കണം. ആപ്ലിക്കേഷൻ അപ്പോൾ ഒഫീഷ്യലി അവരുടെ സിസ്റ്റത്തിൽ കയറും. അപ്പോൾ ഇത് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾക്കൊരു ടോക്കൺ നമ്പർ കിട്ടും. അത് നമ്മൾ പേറ്റന്റ് ID എന്നാണ് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്യൂച്ചർ ആയിട്ടുള്ള എല്ലാ സ്റ്റെപ്സിലേക്കും നമ്മൾ ഈ ID വെച്ചിട്ടാണ് നമ്മളിത് ട്രാക്ക് ചെയ്യുക. സോ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക്കേഷൻ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പ്രൊഡക്റ്റിനോ നിങ്ങളുടെ ബ്രാൻഡിനോ നിങ്ങൾക്ക് പേറ്റന്റ് എടുക്കാൻ പറ്റും എന്നുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾക്കൊരു പ്രൊഫഷണൽ സപ്പോർട്ടാണ് നിങ്ങൾക്ക് മിസ്സിംഗ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. ഹാവ് എ ഗുഡ് ഡേ.